നമസ്കാരം. ഇലക്ട്രിക് ബസ്സിനെ ചൊല്ലി തിരുവനന്തപുരം കോർപ്പറേഷൻ KSRTC പോര് രൂക്ഷമാകുന്നു. സ്മാർട്ട് സിറ്റി ബസ്സുകൾ തലസ്ഥാനത്തിന് പുറത്തേക്ക് അനുവദിക്കില്ലെന്ന് മേയർ വി രാജേഷ് ഇന്നും ആവർത്തിച്ച് വ്യക്തമാക്കി. ഇതോടെ വിഷയം വീണ്ടും സജീവമാവുകയാണ്. എന്നാൽ തലസ്ഥാനത്തേക്കുള്ള യാത്രക്കാരെ കൊണ്ടുവരാനാണ് ബസ് ഓടിക്കുന്നതെന്നും നഷ്ടത്തിൽ ഓടിക്കാനാവില്ലെന്നുമാണ് KSRTCയുടെ നിലപാട്. മേയറായി ചുമതലയേറ്റതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സ്മാർട്ട് സിറ്റിക്കായി കോർപ്പറേഷൻ KSRTCക്ക് നൽകിയ 113 ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ തന്നെ സർവീസ് നടത്താനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മേയർ വ്യക്തമാക്കിയത്. ഈ ബസ്സുകൾ നഗരത്തിൽ മാത്രം ഓടിയാൽ മതിയെന്നും ഈ ബസ്സുകൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്നും തിരുവനന്തപുരം മേയർ ഇന്ന് വീണ്ടും ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ സമ്മർദ്ദം കാരണം മറ്റ് സ്ഥലങ്ങളിൽ ഓടിക്കുകയാണ്. നഗരത്തിന് പുറത്തേക്ക് നൽകിയ ബസ്സുകൾ ഉടൻ തിരിച്ചെത്തിക്കണം. കോർപ്പറേഷന് കൃത്യമായി ലാഭവിഹിതം കിട്ടണമെന്നും മേയർ പറഞ്ഞു. മേയറായി ചുമതലയേറ്റതിന് പിന്നാലെയാണ് ഈ ബസ്സുകളുടെ സർവീസുമായി ബന്ധപ്പെട്ടുള്ള മേയറുടെ നീക്കം. കരാർ മാറ്റാൻ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് അധികാരമില്ല. ബസ്സുകൾ കേന്ദ്രം തിരുവനന്തപുരം കോർപ്പറേഷന് നൽകിയതാണ്. കോർപ്പറേഷന് കിട്ടിയത് കോർപ്പറേഷനിലുള്ളവർക്ക് ഉപകാരപ്പെടണമെന്നും KSRTCയുമായിട്ടുള്ള കരാർ രേഖകൾ പരിശോധിക്കുമെന്നും വി രാജേഷ് പറഞ്ഞു. അതേസമയം ഈ ബസ് തർക്കത്തിൽ രാജേഷിനെ പരിഹസിച്ച് മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്ത് വന്നു. പുത്തനശി പുരപ്പുറം തൂക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ടെന്ന് മന്ത്രി പരിഹസിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനവിധി മാനിക്കുന്നു. പ്രതിപക്ഷം എന്ന നിലയിൽ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കും. പ്രധാനമന്ത്രി വരുമ്പോൾ ഞങ്ങൾക്കും ആവശ്യം ഉന്നയിക്കാനുണ്ട്. തെരുവുനായ ശല്യം ഒഴിവാക്കാനുള്ള നടപടി ആവശ്യപ്പെട്ട് മേയർ കത്ത് നൽകണമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മേയറായി ചുമതലയേറ്റതിന് പിന്നാലെ ശ്രീലേഖയും VK പ്രശാന്ത് MLAയും തമ്മിലുള്ള കെട്ടിട ഓഫീസുമായി ബന്ധപ്പെട്ട തർക്കം ഉടലെടുത്തിരുന്നു. എന്നാൽ ശ്രീലേഖയെ മയപ്പെടുത്തുന്ന നിലപാടാണ് വി രാജേഷ് കൈക്കൊണ്ടത്. അതിന് പിന്നാലെ കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്താനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തീരുമാനം. ഈ വിവാദം മുറുകവെയാണ് വീണ്ടും ഈ ബസിന്റെ പേരിലും തർക്കം ഉടലെടുത്തിരിക്കുന്നത്. വാടകയ്ക്ക് നൽകിയതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകും. മിക്ക കെട്ടിടങ്ങളും കടമുറികളും പല ആളുകൾ കൈമാറി ഉപയോഗിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. ഉയർന്ന തുകയ്ക്കാണ് ഇത്തരം കൈമാറ്റം നടന്നിട്ടുള്ളതെന്നും യഥാർത്ഥ വാടകക്കാരല്ല ഇവ ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ BJPക്കായിരുന്നു മേധാവിത്വം. അക്കാലത്ത് തന്നെ ക്രമക്കേട് ബോധ്യപ്പെട്ടിരുന്നുവെന്നാണ് BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. പല വാണിജ്യ സ്ഥാപനങ്ങളും തലമുറകൾ കൈമാറിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃത കൈമാറ്റമെല്ലാം തിരിച്ചുപിടിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. മാസത്തിൽ 250 രൂപ വാടകയ്ക്ക് വരെ കടകൾ കൈമാറിയിട്ടുണ്ട്. ഇവയെല്ലാം വൻ തുകയ്ക്ക് മറിച്ച് നൽകി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. കുറഞ്ഞ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താണെന്ന് സെക്രട്ടറി വ്യക്തമാക്കണം. VK പ്രശാന്ത് MLAയോട് ഓഫീസ് ഒഴിയണമെന്ന് ശാസ്ത്രമംഗലം കൗൺസിലർ ശ്രീലേഖ ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ വിവാദമായി മാറുന്നതിനിടയിലാണ് കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിൽ സമഗ്ര അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. വിവാദം രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ലെന്നും വാടകയ്ക്ക് കെട്ടിടങ്ങൾ നൽകുന്നതിൽ ആവശ്യമായ പരിശോധന നടത്തുമെന്നുമാണ് മേയർ വി രാജേഷ് നിലപാട് വ്യക്തമാക്കിയത്. കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിന്റെ രേഖകളടക്കം പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കോർപ്പറേഷനുകളുടെ ഉടമസ്ഥതയിലുള്ളതടക്കം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലെ സ്വന്തം കെട്ടിടങ്ങൾ പലതും പ്രവർത്തിക്കുന്നത് തുച്ഛമായ വാടകയിലും ബിനാമി പേരിലുമാണ്. സാധാരണക്കാരിൽ നിന്ന് പോലും നികുതി പിരിവിൽ വർഷാവർഷം 5% വർധനവ് വാങ്ങുന്ന തദ്ദേശ വകുപ്പ് ഇക്കാര്യത്തിൽ കണ്ണടയ്ക്കുകയാണെന്നാണ് ഈ വിവാദത്തിന്റെ ബാക്കി പത്രമായി വ്യക്തമാകുന്ന കാര്യം. മാറി മാറി വരുന്ന ഭരണസമിതികൾക്ക് മുന്നിൽ ഇത് സംബന്ധിച്ച ഫയലുകൾ അജണ്ടയായി എത്താറുണ്ടെങ്കിലും ഒന്നും പരിഗണിക്കാതെ മാറ്റുന്നതും പതിവാണ്. VK പ്രശാന്ത് ശ്രീലേഖ തർക്കങ്ങളാണ് ഇപ്പോൾ ചട്ടലംഘനങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വരാൻ കാരണമായതും.